ഈ പ്രോപ്പർട്ടിയിലെ കീ സെല്ലിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇതിൻ്റെ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാർക്കും ലേക്കും അതിനോട് ചേർന്നിട്ടുള്ളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് പാർക്ക് 5 എന്ന് പറയുന്ന ദയാർ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ്. ഇതിൽ രണ്ടാമത്തെ കീ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് എന്ന് പറയുന്നത് നോർമലി ഒരു ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു 1 ബെഡ്റൂം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു നോർമൽ ഡെവലപ്പർ, ഒരു പ്രൈവറ്റ് ഡെവലപ്പറെ എടുത്ത് വാങ്ങുന്നതിൻ്റെ സെയിം പ്രൈസ് തന്നെയാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് വരുന്നത്. ഇനി മൂന്നാമത്തെ കീ സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ പേയ്മെൻറ്റ് പ്ലാൻ ആണ്. ഇതിൽ നമുക്ക് നോർമലി ദുബായിൽ ഏത് ഡെവലപ്പർ എടുത്താലും 20% ഡൗൺ പേയ്മെൻറ്റ്, ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 20% ഡൗൺ പേയ്മെൻറ്റ് വേണം. ഇതിൽ ജസ്റ്റ് 10% മതി. പിന്നെ നമുക്ക് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് 3 years ടൈമാണ് പ്രോപ്പർട്ടി കംപ്ലീഷൻ വരുന്നത്. ഈ 3 years ടൈമിൽ നമ്മൾ ആകെ അടയ്ക്കേണ്ടത് പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 50% ആണ്. അതായത് 10% ഡൗൺ പേയ്മെൻറ്റ്, 10% ആഫ്റ്റർ 4 months, പിന്നെ ഉള്ള 30% നമ്മൾ 3 years കൊണ്ട്, അതായത് ടോട്ടൽ 3 years കൊണ്ട് 50% പേയ്മെൻറ്റ് അടച്ചാൽ കീ ഹാൻഡ് ഓവർ ആവും. റിക്വയർമെൻറ്റ് ദുബായ് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് പാർക്ക് 5 എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. ഇത് ദയാർ എന്ന് പറയുന്ന ദുബായിലെ സെമി ഗവൺമെൻറ് ഡെവലപ്പർ, ദുബായ് ഇസ്ലാമിക് ബാങ്ക് ഓൺ ചെയ്യുന്ന ഡെവലപ്പറാണ് ദയാർ എന്ന് പറയുന്നത്. അപ്പോൾ ദയാറിൻ്റെ ഞാൻ ഇതിനു മുമ്പ് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എലീവ് വളരെ നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. ഷെയ്ഖ് സായദ് റോഡിൽ മെട്രോ സ്റ്റേഷൻ അടുത്ത്. അതുപോലെ സീ ഫേസിങ് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വളരെ അഫോർഡബിൾ പ്രൈസിൽ 2 bedroom 1.4 million, 1 bedroom അറൗണ്ട് 1 million dirhamസിലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അതിൽ ഒരുപാട് യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല യൂണിറ്റ് സെലക്ട് ചെയ്ത് നല്ല യൂണിറ്റുകളാണ് നമ്മൾ നമ്മുടെ ക്ലയൻസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റാണ് പാർക്ക് 5. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ, കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ദുബായിൽ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് വളരെ കുറവാണ്. അതിൽ ഉണ്ടെങ്കിൽ തന്നെ നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് നല്ല പേയ്മെൻറ്റ് പ്ലാനിൽ നല്ല ഡെവലപ്പർ, ഈവൻ നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷൻ ആണെങ്കിൽ IMPS എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്, അതായത് പ്രൊഡക്ഷൻ സിറ്റി. ദയാറിൻ്റെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ദയാറിൻ്റെ മിഡ് ടൗൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് വളരെ അഫോർഡബിൾ പ്രൈസിൽ ലോഞ്ച് ചെയ്ത് ഒരു 40-50% ഇപ്പോൾ അപ്രീഷിയേറ്റ് ആയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി. അതായത് വാങ്ങിച്ച വിലയെക്കാട്ടും ഏകദേശം ഒരു 40-50% ഓൾറെഡി പ്രോപ്പർട്ടിക്ക് അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു മിഡ് ടൗൺ എന്ന് പറയുന്നത്. ഇത് ദുബായിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം, പ്രൊഡക്ഷൻ സിറ്റിയിൽ ഈ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു, അത് കംപ്ലീറ്റഡ് ആയി, ഇതിപ്പോൾ ഹാൻഡ് ഓവർ ആയി, ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ. വളരെ നല്ല കമ്മ്യൂണിറ്റിയാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതേപോലൊരു കോൺസെപ്റ്റിലാണ് പാർക്ക് 5 വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് അത്രയും ഒരു കമ്മ്യൂണിറ്റി ഫീൽ കിട്ടുന്നില്ലെങ്കിൽ പോലും ഇതിൽ നമുക്ക് പാർക്കും ലേക്കും അതിന് നടുക്കാണ് ഈ ഒരു 5 ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ അത്ര നല്ലൊരു പ്രൊഡക്റ്റാണ് പാർക്ക് 5 എന്ന പ്രൊഡക്റ്റ്. ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാം ജുമേറ, അതുപോലെ ഷെയ്ഖ് സായദ് റോഡ്, അൽഖേൽ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്, ഈ റോഡുകളിലേക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനിലാണ് പാർക്ക് 5 എന്ന ലൊക്കേഷൻ വരുന്നത്. പുതിയ എയർപോർട്ടിലേക്കും പഴയ എയർപോർട്ടിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ലൊക്കേഷനാണ്. ജബലലി പോർട്ടിലേക്കായാലും അതുപോലെ ദുബായിലെ പല ഇൻഡസ്ട്രിയൽ ഹബ്ബുകളിലേക്കായാലും ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത്. ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞതുപോലെ ഒരു പാർക്ക് ഫേസിംഗ് ഒരു കമ്മ്യൂണിറ്റിയാണ്. ബാക്ക് സൈഡിൽ ലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പാർക്കിനും ലേക്കിനും ഇൻ ബിറ്റ്വീൻ ആണ് ഈ കമ്മ്യൂണിറ്റി. ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. 5 ബിൽഡിങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത്. 5 ബിൽഡിങ്ങിലെ 2 ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ കറൻ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ബിൽഡിംഗ്, ഒരെണ്ണം ഫസ്റ്റ് എൽം എന്ന് പറയുന്ന പാർക്ക് 5ലെ ഫസ്റ്റ് ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ എൻറ്റയർ കമ്മ്യൂണിറ്റിയിൽ 5 ബിൽഡിംഗ് 1, 2, 3, 4, 5 ഇതിലെ എൽം എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആംബർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്, ഈ ഒരു പ്രോപ്പർട്ടിയാണ് അടുത്ത ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഇൻവെൻട്രീസ് അവൈലബിൾ ആണ്. ലോഞ്ച് ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈസിൽ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ എടുക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിന് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഒരു മോസ്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പല അമ്യൂണിറ്റീസും വരുന്നുണ്ട്. എസ്പെഷ്യലി ഫ്രൈഡേ മാർക്കറ്റ് പോലെയുള്ള നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ റീറ്റെയിൽ സ്പേസുകളുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ട്. ഒരു ഫൗണ്ടൻ വരുന്നുണ്ട്. പിന്നെ ലേക്ക് തൊട്ട് ബാക്കിലാണ് നല്ലൊരു വലിയൊരു പാർക്ക് പ്രോപ്പർട്ടിയോട് ചേർന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് പാർക്ക് 5 എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ഫെസിലിറ്റി എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ മെയിൻ പ്ലാസ ആൻഡ് സിക്ക എന്ന് പറയുന്നത് ഇതൊരു നമ്മുടെ കമ്മ്യൂണിറ്റി ഹബ്ബ് പോലെ, നമുക്ക് ഈവനിങ് ഒക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹബ്ബ് പോലെയാണ് ഈ ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയുടെ സെൻറ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ബിൽഡിങ്ങിനും പ്രൈവറ്റ് എൻട്രൻസ് ഉണ്ട്. അതുപോലെ ലോബി ആണെങ്കിൽ നല്ല 5 star ലെവലിലുള്ള ഒരു ലോബിയാണ്. പിന്നെ പ്രോപ്പർട്ടിയിൽ സിക്ക പാർക്ക്, ഇതും ഇതുപോലെ തന്നെ ലിവിങ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു പാർക്ക് തീമാണ്. അതുപോലെ തന്നെ റീറ്റെയിൽ സ്പേസ് ഉണ്ട്. പാർക്കും അതുപോലെ തന്നെ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു റീറ്റെയിൽ സ്പേസും ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഫ്രൈഡേ മാർക്കറ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലൊരു കോൺസെപ്റ്റും ഇവർ ഈ ഒരു പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൗണ്ടെയിൻ ഉണ്ട്. അതുപോലെ റീറ്റെയിൽ സ്പേസ്, ഒരുപാട് റീറ്റെയിൽ സ്പേസ് വേറെ ഉണ്ട്. കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഒരുപാട് നമുക്ക് എന്താ പറയുക ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പ്ലേ ഏരിയാസ് ഈ പ്രൊജക്റ്റിനോട് ചേർന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ സ്റ്റുഡിയോ, 1 bedroom,
2 ബെഡ്റൂം 3 ബെഡ്റൂം ആൻഡ് 4 ബെഡ്റൂം ആണ് വരുന്നത്. ഇതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് 2 ബെഡ്റൂമും 1 ബെഡ്റൂമും ആണ്. ഇവൻ സ്റ്റുഡിയോ വരെ സൈസ് ഏകദേശം 433 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ചില ഡെവലപ്പേഴ്സിൻ്റെ ഒക്കെ 1 ബെഡ്റൂമിൻ്റെ സൈസാണ് 433 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡിയോ തന്നെ നല്ല ലേ ഔട്ടാണ്. ഈ ലേ ഔട്ടിൽ നമുക്ക് ബാൽക്കണി ആണെങ്കിലും ചെറിയ ബാൽക്കണിയാണ്. ഏത് യൂണിറ്റ് എടുത്താലും നല്ല വ്യൂ കിട്ടും നമുക്ക്. എന്നാലും നമുക്ക് ഇതിൽ ചില യൂണിറ്റുകൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സുകളുണ്ട്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതുപോലെ ഇതിലെ 1 ബെഡ്റൂംസ് ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ലേ ഔട്ട്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം 689 സ്ക്വയർ ഫീറ്റ്, അതായത് 689 സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റാർട്ടിംഗ് 1 ബെഡ്റൂം സൈസ്. ദുബായിലെ ഒരു ഡെവലപ്പറും 689 സ്ക്വയർ ഫീറ്റ് ഒന്നും കൊടുക്കാറില്ല. ഇപ്പോൾ മാക്സിമം 600 സ്ക്വയർ ഫീറ്റിലൊക്കെയാണ് 1 ബെഡ്റൂം കിട്ടുന്നത്. സ്റ്റാർട്ടിംഗ് സ്ക്വയർ ഫീറ്റ് ഓഫ് എ 1 ബെഡ്റൂം ഈസ് 689 അപ് ടു നമുക്ക് ഏകദേശം 820 സ്ക്വയർ ഫീറ്റ് വരെയുള്ള 1 ബെഡ്റൂം ലേ ഔട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ 2 ബെഡ്റൂംസ് ആണെങ്കിലും ലേ ഔട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1311 സ്ക്വയർ ഫീറ്റ് ആണ്. 1311 സ്ക്വയർ ഫീറ്റ് ഉള്ള 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്സ് ആണ് പാർക്ക് 5 വരുന്നത്. അപ്പോൾ അപ് ടു നമുക്ക് ലേ ഔട്ട് മാറുന്നതനുസരിച്ചിട്ട് പല പല സൈസിൽ ഈവൻ 1200 യൂണിറ്റ് ഉണ്ട്, അതുപോലെ 1219 യൂണിറ്റ് ഉണ്ട്, പല സൈസിൽ വരുന്നുണ്ട്. പിന്നെ അറൌണ്ട് 1200 to 1300 സ്ക്വയർ ഫീറ്റിലാണ് 2 ബെഡ്റൂം എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 ബെഡ്റൂം ദുബായിൽ നോക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നോക്കുന്ന ആളുകൾക്ക് പറ്റിയ ഓപ്ഷനാണ് ഈ ഓപ്ഷൻ. ഈവൻ 3 ബെഡ്റൂംസ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് 1 ബെഡ്റൂമും 2 ബെഡ്റൂമാണ്. കാരണം അതാണ് കൂടുതലും ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് വാങ്ങാനാണെങ്കിലും. 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന ആളുകൾ കൂടുതലും ടൗൺ ഹൗസിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ 4 ബെഡ്റൂം 3 ബെഡ്റൂം ഒക്കെ വാങ്ങാൻ അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന ആളുകൾ പൊതുവെ ടൗൺ ഹൗസ് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ചില പ്രൊഡക്റ്റുകൾ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ അതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ 1 ബെഡ്റൂമും 2 ബെഡ്റൂമാണ് ഇതിൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഈ പ്രോപ്പർട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രൈസും പേയ്മെന്റ് പ്ലാനുമാണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു സ്റ്റുഡിയോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 600,000 ദിറംസ്, 6 ലക്ഷം ദിറംസ് ആണ് ഒരു സ്റ്റുഡിയോയുടെ പ്രൈസ്. 1 ബെഡ്റൂമിൻ്റെ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി 900,000, 9 ലക്ഷം ദിറംസ് ആണ് ഒരു 1 ബെഡ്റൂമിൻ്റെ പ്രൈസ്. അതുപോലെ 2 ബെഡ്റൂമിൻ്റെ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി 1.4 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ ഏകദേശം 3 കോടി രൂപ വരും. സ്റ്റുഡിയോയ്ക്ക് ഏകദേശം 1 കോടി രൂപ അപ്രോക്സിമേറ്റ്ലി ആവുന്നുള്ളൂ. 1 ബെഡ്റൂമിന് അപ്രോക്സിമേറ്റ്ലി നിയർലി 2 CR ആണ്, 2 crore ആണ് വരുന്നത്. 2 ബെഡ്റൂം ആകുമ്പോഴത്തേക്ക് ഏകദേശം 3 കോടി രൂപ, അതായത് ഓരോ കോടി രൂപ ഡിഫറൻസിലാണ് നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് 2 ബെഡ്റൂം ആണ്. ഒബ്വിയസ്ലി 1 ബെഡ്റൂമും നല്ലതാണ്. 1 ബെഡ്റൂം നമുക്ക് കമ്മ്യൂണിറ്റി ലിവിംഗ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ഫാമിലീസ് ചൂസ് ചെയ്യാറുണ്ട് 1 ബെഡ്റൂം. 1 ബെഡ്റൂം 2 ബെഡ്റൂം ആണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ. സ്റ്റുഡിയോയും കുഴപ്പമില്ല, ഒരു എൻട്രി ഇൻവെസ്റ്റർക്ക് സ്റ്റുഡിയോയും നല്ലതാണ്. അപ്പോൾ നമുക്കൊരു 1 ബെഡ്റൂമിൻ്റെ പ്ലാൻ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ ലെറ്റ്സ് സേ ഒരു 1 ബെഡ്റൂമിൻ്റെ പ്രൈസ് വരുന്നത് 900,000 ആണെന്ന് കരുതുക. 900,000 ഇതാണ് പ്രോപ്പർട്ടി വാല്യൂ. ഈ വാല്യൂവിൻ്റെ 10% ആണ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വേണ്ടത്. 10% എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 90,000 ദിറംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡൗൺ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. 10% ഡൗൺ പേയ്മെൻറ്റ് മാത്രം മതി. പിന്നെ നമുക്ക് അടുത്ത 10% 4 മാസം കഴിഞ്ഞ് അടയ്ക്കേണ്ടത്. അതും ഏകദേശം 90,000 ദിറംസ് ആണ് നമുക്ക് അടയ്ക്കേണ്ടത്. അതായത് നമുക്കൊരു വിത്തിൻ ഒരു 6 months ടൈമിനകത്ത് നമുക്കൊരു 180,000 1,80,000 ദിറംസ് നമുക്ക് അടയ്ക്കാം. നാട്ടിൽ 40 ലക്ഷം നമുക്കൊരു 6 മാസം കൊണ്ട് അടയ്ക്കാമെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ നമുക്കൊരു 1 ബെഡ്റൂം സ്വന്തമാക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടയ്ക്കേണ്ട ഒരു ചാർജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ചാർജ് ആണ്. 4% വരുന്നത്. അതല്ലാതെ ഒരു ഹിഡൻ ചാർജ് ഇതിൽ വരുന്നില്ല. പിന്നെ നമുക്ക് 30% പ്രോപ്പർട്ടി വാല്യൂൻ്റെ 30% 3 വർഷം കൊണ്ടാണ് അടയ്ക്കേണ്ടത്. അത് നമുക്ക് ഓരോ 6% വെച്ചിട്ട് 6% വെച്ചിട്ട് നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോൾ അടച്ചാൽ മതി. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്ന സമയം വരെ നമ്മൾ അടയ്ക്കേണ്ടത് ഈ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ പകുതി എമൗണ്ട് ആണ്. പകുതി എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 450K, അതായത് 4,80,000 ദിറംസ് ആണ് നമ്മൾ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുന്നത് വരെ അടയ്ക്കേണ്ടത്. ബാക്കിയുള്ള 450 നമുക്ക് മോർഗേജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് അടച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ദുബായിലൊരു കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി നിലവിലില്ല, നല്ല പ്രോപ്പർട്ടിയാണ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പേയ്മെൻറ്റ് പ്ലാൻ, നല്ല കമ്മ്യൂണിറ്റി, ഗവൺമെൻറ് ഡെവലപ്പർ, അതുപോലെ നല്ല ലൊക്കേഷൻ, ഒരുപാട് ഫെസിലിറ്റി വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ദുബായിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ ഏത് ലേ ഔട്ട് സെലക്ട് ചെയ്യണം, ഏത് വ്യൂ സെലക്ട് ചെയ്യണം, അതെല്ലാം നമുക്ക് നേരിട്ട് കാണും സംസാരിക്കാം. ദുബായിൽ ഇതുപോലെയുള്ള നല്ല പ്രൊജക്റ്റുകൾ വളരെ ചുരുക്കമാണ് വരുന്നത്. എസ്പെഷ്യലി നല്ല ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ, നല്ല കമ്മ്യൂണിറ്റി, നല്ല ലൊക്കേഷൻ, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ വളരെ ചുരുക്കമാണ് വരുന്നത്. അങ്ങനെയുള്ള നല്ല പ്രൊജക്റ്റുകൾ മാത്രമാണ് ഞാൻ ഈ ചാനലിൽ കൂടെ ഇത്രയും ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല പ്രൊജക്റ്റുകളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടുതലായിട്ട് അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരും വീഡിയോകളിൽ ആ കാര്യങ്ങളും കൂടെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസ് നാട്ടിൽ പോലും വാങ്ങാൻ
ഇതിലും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ദുബായിലാണെന്നുണ്ടെങ്കിൽ റിട്ടേൺസും കൂടുതലാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ടാക്സ് കൊടുക്കേണ്ട, അതുപോലെ പല 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 കാര്യങ്ങളുണ്ട്. നമുക്ക് റിട്ടേൺസ് ആണെങ്കിലും 5 ടൈംസ് കൂടുതലാണ് നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ചിട്ട്. അതുപോലെ പല രാജ്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദുബായിൽ റിട്ടേൺസ് വളരെ, അതായത് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ കിട്ടുന്ന റിട്ടേൺസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും പ്രൊജക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുബായിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടും കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഏത് യൂണിറ്റ് എവിടെയാണ്, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.